നമസ്കാരം. 2 ഘട്ടങ്ങളായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക, ചർച്ചകൾ ശക്തമായിരിക്കുന്നു. 3 മുന്നണികളും കട്ടയ്ക്ക് നിൽക്കുകയാണ്. എല്ലാവരും കഴിഞ്ഞ തവണത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ വാസ്തവം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവർ ബോധപൂർവമാണ് കഴിഞ്ഞ കുറേ കാലമായി സാങ്കേതികമായി നീട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊണ്ടുപോയി ഇതെത്തിച്ച് നിർത്തിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പൊതുവെ CPM-നും LDF-നും അനുകൂലമാണ്. കാരണം അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നത് ജനപിന്തുണ നോക്കിയാണ്. പാർട്ടിക്കാരേക്കാൾ പിന്തുണ ഒരു സ്വതന്ത്രനാണെങ്കിൽ അവർക്കായിരിക്കും സീറ്റ് കൊടുക്കുക. ചോദിക്കും ചിഹ്നം തരട്ടെ എന്ന്, ചിഹ്നം വേണ്ടാത്തവർക്ക് സ്വതന്ത്ര ചിഹ്നം കൊടുക്കും. അങ്ങനെ പ്രാദേശിക വികാരം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുന്നത് CPM-ആണ്. അങ്ങനെയാണ് എക്കാലത്തും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM മുൻതൂക്കം നേടുന്നത്. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും അധികം അടി നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. എല്ലാവർക്കും സ്ഥാനമോഹമാണ്. അവർക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവർ തന്നെ വോട്ട് അട്ടിമറിക്കും. 10,000-2000 വോട്ടൊക്കെ മാത്രമാണ് ഒരു വാർഡിലുള്ളത് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരാൾ വിചാരിച്ചാൽ 10-100 വോട്ടൊക്കെ അട്ടിമറിക്കുക എളുപ്പമാണ്. അങ്ങനെയാണ് കോൺഗ്രസ് സ്ഥിരമായി തോൽക്കുന്നത്. ഈ അടി ഒരു 5-6 മാസം കൂടി തുടരും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഇത് CPM-ന്റെ ഒരു വിജയതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഇക്കുറിയും അങ്ങനെയൊക്കെ തന്നെ ആവും എന്നാണ് എല്ലാവരും കരുതിയത്. കാരണം CPM-നെ നന്നായി തള്ളാനറിയാം, ഇത് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനറിയാം. അതുകൊണ്ട് ഇക്കുറി അവർ പതിവ് പോലെ ആധിപത്യം തുടരുമെന്നാണ് കണക്കാക്കിയത്. എന്നാൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചരിത്രത്തിൽ ആദ്യമായി CPIM ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നുവെന്നാണ്. അതാണ് ഇതിൻ്റെ ഒരു പൾസ് എന്ന് പറയുന്നത്. കാരണം CPM-ന് ഒന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ടായിരുന്നില്ല. കുറേ തള്ളുകൾ പറയുന്നതല്ലാതെ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇതൊക്കെ തള്ളാണ്, നുണയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം അത് ഏറ്റുപിടിക്കുകയും ലോകത്തെ ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളി എന്ന നിലയിൽ, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ നടന്ന് അത് മാത്രം ചർച്ചയാക്കുകയും ചെയ്തു. ഇത് ഒരു തന്ത്രമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇത്രയേറെ ആവേശം കൊടുക്കുന്നത് യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഫീൽഡിൽ ഇറങ്ങി വോട്ട് ചോദിക്കാൻ പോയ CPM-കാർ പോലും പറയുന്നുണ്ട് ചെന്ന ഇടങ്ങളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്ന്. വാസ്തവത്തിൽ വലിയ തോതിൽ ഒരു CPM വിരുദ്ധ വികാരം ഇക്കുറി സംഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. മാത്രമല്ല മതം തിരിഞ്ഞുള്ള ഒരു വോട്ട് ധ്രുവീകരണവും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ അത് എക്കാലത്തും CPM-നെ പിന്തുണച്ചിരുന്നതാണ്, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ. എന്നാൽ ഇക്കുറി ആ ഹിന്ദു വോട്ടുകളൊക്കെ ശബരിമല വിഷയത്തിൽ ഉടക്കി നിൽക്കുന്നു. സകല ഹിന്ദു സ്ത്രീകളും ശബരിമലയിലെ അയ്യപ്പനെ മോഷ്ടിച്ച് പിണറായിയോടും CPM-നോടും ക്ഷമിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ശബരിമലയിലെ ഈ വികാരം CPM-ന് വലിയ ദോഷം ചെയ്യും. എക്കാലത്തും CPM-നെ സഹായിച്ചിരുന്ന ഹിന്ദു വോട്ടുകൾ അത് ഇക്കുറി BJP-ക്ക് അനുകൂലമായി മാറിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസിന് അനുകൂലമായി അല്ല ഹിന്ദു വോട്ടുകൾ മാറിയിരിക്കുന്നത്, BJP-ക്ക് അനുകൂലമായാണ്. അതേസമയം വടക്കൻ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ടുകൾ വലിയ സ്വാധീനമുണ്ട്. ഈ മുസ്ലിം വോട്ടുകൾ ഒരുമിച്ച് CPM-നെതിരായി മാറിയിരിക്കുന്നു. കാരണം പിണറായി വിജയൻ ഏറ്റവും വലിയ വർഗീയവാദിയാണ്. പിണറായി ബോധപൂർവം വെള്ളാപ്പള്ളി നടേശനെ തൻ്റെ കാറിൽ കയറ്റി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്താൻ ഇറക്കി വിട്ടിരിക്കുന്നു. പിണറായി മോദി സർക്കാരുമായി അന്തർധാരയുണ്ടാക്കി മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആ അർത്ഥത്തിൽ മുസ്ലിം വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം, ധ്രുവീകരണം പിണറായിക്കെതിരെ CPM-നെതിരെ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും മത്സരിക്കുന്ന എൻ്റെ പരിചയക്കാരും ബന്ധുക്കളുമൊക്കെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മുസ്ലിം ലീഗ് ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടെന്നാണ്. ആ ഒരു മുസ്ലിം പിന്തുണ വടക്കൻ കേരളത്തിൽ കോൺഗ്രസിനെയും UDF-നെയും സഹായിക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി BJP-ക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ രൂപപ്പെട്ടു വരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമല്ല BJP തെക്കൻ കേരളത്തിലെടുത്തത്. BJP-യുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ്. പണം ആവശ്യത്തിന് കണ്ട് മടുത്തയാളാണ്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP-ക്കാർ ചെയ്തിരുന്നത് സീറ്റ് പോലും വിലയ്ക്ക് കൊടുക്കുകയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന പിരിവുണ്ട്. ഈ പിരിവിലോ സീറ്റ് കച്ചവടത്തിലോ ഒന്നും ഒരു താല്പര്യവും രാജീവ് ചന്ദ്രശേഖർക്കില്ല. അദ്ദേഹം താൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൃത്യമായി റിസൾട്ട് വേണം എന്ന് വാശിയുള്ള ആളാണ്. ഒരു കമ്പനി CEO പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിച്ചത്. ഓരോ കാര്യവും കൃത്യമായി എഴുതി ചതുരംഗക്കളത്തിൽ കരുക്കൾ നീക്കുന്നത് പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സംസ്ഥാനത്ത് മുഴുവൻ കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വാശിയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ
BJP പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂടും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJPക്ക് വലിയ തോതിൽ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായിരിക്കുന്ന നേമത്തെ നിയമസഭാ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖരാണെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അദ്ദേഹം വലിയ തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചത്. നിയമസഭയിലെ ഓരോ സീറ്റിലും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരോട് ആ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു. ഒന്നിലധികം പേർക്ക് താല്പര്യം കാണും. ആ ഒന്നിലധികം പേരും അവിടെ പ്രവർത്തിക്കണം. അവരുടെ പ്രവർത്തന മികവും അവിടെ കാണുന്ന റിസൾട്ടുമായിരിക്കും ഇവരുടെ നിയമസഭാ സീറ്റിന്റെ സാധ്യത. സാധാരണഗതിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുകയാണ്. ആരെവിടെയാണ് സ്ഥാനാർത്ഥി എന്ന് ആർക്കും അറിയില്ല. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഇടപെടുമെന്നാണ്. എല്ലാ നേതാക്കൾക്കും പല മണ്ഡലങ്ങൾ വീതിച്ചു കൊടുത്തു. സകല നേതാക്കൾക്കും പല മണ്ഡലങ്ങൾ, പല വാർഡുകൾ വീതിച്ചു കൊടുത്തു. ഇപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കണക്കാക്കപ്പെടുന്ന നേതാവാണ് നടൻ കൃഷ്ണകുമാർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ ഊണുമുറക്കവും ഒഴിച്ച് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുകയായിരുന്നു. 2 മണ്ഡലത്തിലും എവിടെല്ലാം ഓടിച്ചെല്ലാൻ കഴിയുമോ അവിടെയെല്ലാം ഓടിച്ചെന്നു. ഇതിനു മുൻപ് കൃഷ്ണകുമാറിൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് അനുഭവമില്ല. അത്ര തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് കൃഷ്ണകുമാർ നടത്തി. ഇത്തരത്തിൽ സകല പ്രധാനപ്പെട്ട നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിന് റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിലെ ഈ വിഷയം CPM-നെതിരായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ എതിരുള്ള വോട്ടർമാർ, ഹിന്ദു വോട്ടർമാർ, പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകളുടെ വോട്ടിക്കുറി ഉറപ്പാക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ BJP പോയില്ല. പാലക്കാട് BJP നേതാക്കളൊക്കെ ചെയ്തു കാണും. രാജീവ് ചന്ദ്രശേഖർ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ചില്ല. അതല്ല വിഷയം, വികസനമാണ് എന്ന് പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ വലിയ അഴിമതികളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അതിശക്തമായ ഇടപെടലാണ് ഇക്കുറി ഒട്ടുമിക്കയിടത്തും BJP ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം ഓർക്കണം. അവിടെ ആകെപ്പാട് 102 സീറ്റിൽ 35 സീറ്റിലും BJP ഉണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് 10 സീറ്റേ ഉള്ളൂ. ഇക്കുറി കോൺഗ്രസ് പാർട്ടിയും കോർപ്പറേഷൻ മെച്ചപ്പെടുത്തും. അതാണ് ഏറ്റവും രസകരമായ സംഗതി. ഇപ്പോൾ ശബരിനാഥിനെ ഇറക്കിയിട്ടുണ്ട്, വൈഷ്ണവ് സുരേഷിനെ പോലുള്ളവരുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ജയിക്കുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇക്കുറി കോൺഗ്രസ് പാർട്ടിയും സ്ഥിതി മെച്ചപ്പെടുത്തും. CPM-ന്റെ സ്ഥിതി എത്ര ദയനീയമായിരിക്കും ഓർക്കുക. അതായത് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM-ആണ്. കോർപ്പറേഷൻ മേയറായിരുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ ആര്യ രാജേന്ദ്രനെ രംഗത്ത് പോലും ഇറക്കില്ല. CPM-നെ തിരിച്ചറിഞ്ഞു ആര്യ രംഗത്തിറങ്ങി ഉള്ള വോട്ട് പോകുമെന്ന്. പ്രസവിച്ച് കിടന്നപ്പോൾ കുഞ്ഞുമായി നഗരസഭയിലെത്തി വാർത്തയുണ്ടാക്കിയ ആളാണ്. അഹങ്കാരത്തിന്റെ മൂർത്തിയായി മാറി. അഹങ്കാരവും കാര്യക്ഷമതയില്ലായ്മയുമായിരുന്നു ആര്യ രാജേന്ദ്രന്റെ മുഖമുദ്ര. അതുകൊണ്ട് ആര്യയുടെ മുഖം കണ്ടാൽ വോട്ട് നഷ്ടപ്പെടുമെന്ന് കരുതി ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന തരത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആര്യ രാജേന്ദ്രനെ വീട്ടിലിരുത്തി CPM. കാരണം അവർക്കും പിടികിട്ടിയ കാര്യങ്ങൾ. അവിടെയാണ് പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ പകുതി പണി തീർന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ BJPയും കണക്കാക്കുന്നത്. പലയിടങ്ങളിലും ഇത്തരത്തിൽ മാറ്റമുണ്ടാകും എന്ന് കണക്കാക്കപ്പെടുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഒരു വഴിത്തിരിവ് പോലും സൃഷ്ടിച്ചെന്ന് വരാം. മാത്രമല്ല, ഏതാണ്ട് 2000-ലധികം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJP നിർത്തിയിട്ടുണ്ട്. 2000-ലധികം. ഒരുപക്ഷെ BJPയുടെ ചരിത്രത്തിലെ റെക്കോർഡായിരിക്കും. കേരള കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്നാൽ പോലും ഇത്രയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ക്രൈസ്തവ വോട്ടുകളിലും കണ്ടുവച്ചാണ് BJPയുടെ പോക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇക്കുറി CPM-ന് വലിയ തിരിച്ചടിയാവും. തെക്കൻ കേരളത്തിൽ ഹിന്ദു വോട്ടുകൾ BJPക്ക് അനുകൂലമായപ്പോൾ വടക്കൻ കേരളത്തിൽ മുസ്ലിം വോട്ടുകൾ UDF-ന് അനുകൂലമായി. അതുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് CPM-നെയും LDF-നെയും കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് യോഗങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടയിലാണ് പിണറായി ഗൾഫ് സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ പാർട്ടിക്കാർക്ക് പോലും അസ്വസ്ഥതയുണ്ട്. പിണറായി കുവൈറ്റിലും ദുബായിലും ഒക്കെ പോയി ചുറ്റിക്കറങ്ങി നടന്ന് ഇവിടെ പാർട്ടി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാവുമ്പോഴാണ്. അത്രയധികം ആത്മവിശ്വാസം ഇക്കുറി CPM-ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ തിരിച്ചടിയാണ് CPM-നെ കാത്തിരിക്കുന്നത് എന്ന് തീർച്ച.